ഫോൺ വെച്ച് കഴിഞ്ഞ സമയത്ത് സത്യമായിട്ട് ഞാൻ പേടിച്ചിട്ടോ. പോലീസാണോ എന്നൊരു സംശയം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുതിയ മോഡൽ ലാൻഡ് ക്രൂസർ കയ്യിൽ കിട്ടിയ സമയത്ത് സെറ്റിങ്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു കോളിന്റെ എംബ്ലൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ വണ്ടിയിലെ ബ്ലൂടൂത്തും മൊബൈലിന്റെ ബ്ലൂടൂത്തും ബന്ധിപ്പിച്ചതിന് ശേഷം വെറുതെ ഒന്നിങ്ങനെ ടച്ച് ചെയ്തതാണ്. ഏതാണോ എന്ന് അറിയാലോ, എന്താണ് കോളാണോ എന്താണെന്ന് അറിയാലോ വിചാരിച്ചിട്ട്. പെട്ടെന്ന് കണ്ടുക്കണു കാറിന്റെ സ്പീക്കറിൽ നിന്നൊക്കെ ബെല്ലടിക്കേണ്ട സൗണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ മൊബൈലിന് എടുത്തുകൊണ്ട് പോയി, എന്താണ് സംഭവം? 2 ബെല്ലടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ശബ്ദം, ഹലോ. ഞാൻ ഒരു പേടി അടിച്ചിട്ട് ഇത് എവിടെ നിന്നാണ് എന്താണെന്നൊരു ഐഡിയ കിട്ടണില്ല. അപ്പുറത്തുനിന്ന് ഒരു ചോദ്യം കൂടിയും, എനി പ്രോബ്ലം? ഞാൻ പറഞ്ഞു, സോറി സർ, നത്തിങ്, ബൈ മിസ്റ്റേക്ക്. അയാൾ അപ്പുറത്തുനിന്ന് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, കട്ട് ചെയ്തു. ഞാൻ ഈ ഫോൺ വെച്ചിട്ടേ എവിടെ നിന്നാണ് ഈ കോള് വന്നത്, എന്താണ് ഒരു ഐഡിയ കിട്ടില്ല. പോലീസ് സ്റ്റേഷനിലാണോ ഇനി അതല്ല വേറെ എവിടെ നിന്നാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇതേപോലെ ലാൻഡ് ക്രൂസറുള്ള ഞാൻ അറിയുന്ന ഒരു 4 പേരുണ്ട്, അവരോടൊക്കെ ചോദിച്ചു ഇത് എന്താണ് സംഭവം എന്ന്. ചില ആൾക്കാർ കണ്ടിട്ടില്ല, ചില ആൾക്കാർ നോക്കിയിട്ടില്ല, ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒരു ഐഡിയ ഇല്ല. അതിൽ ഒരാൾ പറഞ്ഞു, വണ്ടി കയറിയിരിക്കുക, ചാവി തിരിക്കുക, സ്റ്റാർട്ടാക്കുക, പോവുക. അതിന്റെ അപ്പുറത്തേക്കുള്ള ഞാൻ ഈ വണഞ്ഞ കടീനൊന്നും നിൽക്കലില്ല. കാരണം അതിന്റെ ചൊറ, അതിന്റെ തലവേദന വെറുതെ പിന്നെ ഏറ്റെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു. ടയോട്ടന്റെ കമ്പനിയിൽ ഒരു അറിയേണ്ട ഒരാളും ഇല്ല. BMW പണിയെടുക്കേണ്ട തിരൂരുള്ള നൗഫലുണ്ട്. അവനോട് വിളിച്ചു ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്താണ്? അപ്പൊ അവൻ പറഞ്ഞത് അതിന് SOS എന്ന് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. നട്ടുച്ച സമയത്താണ്. ഈ ഫോണിന്റെ എംബിൾ മാത്രം കാണുള്ളൂ, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പാർക്ക് ലൈറ്റ് ഇട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ പാർക്ക് ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ SOS ഉണ്ട്. അത് വേറെ ഒന്നല്ല, അത് എമർജൻസി കോളാണ്. ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ അത്രത്തോളം ഒരാൾ രക്ഷിക്കാനില്ലാതെ എവിടെയെങ്കിലും കുടുങ്ങിക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ നമ്പറോ പെട്ടെന്നൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ മൊബൈലൊക്കെ അവിടെ ഇവിടെ കയറും. ചിലപ്പോൾ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് അത് വിളിക്കാനുള്ള, ഡ്രൈവർക്ക് വിളിക്കാനുള്ള ഒരു അത്യാവശ്യ ഒരു എമർജൻസി കോളാണിത് പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഈ കോള് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു അതല്ല, ഏത് കമ്പനി, അതായത് ടയോട്ട ആണെങ്കിൽ ടയോട്ട, BM ആണെങ്കിൽ BM, അതല്ല കിയ ആണെങ്കിൽ കിയ, ഏത് കമ്പനീന്റെയും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആദ്യം പോവുക. അവിടെ നിന്നാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കുക. അങ്ങനെ ഫസ്റ്റ് സർവീസിന് ഞാൻ ടയോട്ടന്റെ സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ വണ്ടിയായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും എമർജൻസി ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് വഴി ഞങ്ങളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പോകും, അവരാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ ഒന്നുണ്ട്, എമർജൻസി ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഫൈനോ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിന് നിൽക്കണ്ട എന്നും പറഞ്ഞു.